കേസുവിനെ വിമർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശന് കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം. സായ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, വികാരപരമാണ് ഡോക്ടർ ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുകയെന്നത് രാജശീലങ്ങളാണല്ലോ എന്നാണ് ചോദിക്കുന്നത്. അനീതി പർവ്വങ്ങളുടെ ഇരുണ്ട കാലം താണ്ടി ആഗ്രഹങ്ങളുടെ കടലായി വന്ന മനുഷ്യർക്ക് നീതി വേണമെന്നും അത് കഴിവതും വേഗം വേണമെന്നും തോന്നലുണ്ടാവുക സ്വാഭാവികമാണ് എന്നുകൂടി എഴുതുന്നു. തീർച്ചയായും മാധു, സുദീർഘമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ ഓരോ വരികളിലും കൃത്യമായിട്ടുള്ള ഒളിയമ്പുണ്ട്, അമർഷമുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ KSUവിനെതിരെ നടത്തിയ ആ പ്രതികരണത്തിൽ എങ്ങനെയാണ് ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ വരികളിലും ആ രോഷവും അമർഷവും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രം, ചെരുപ്പിലെ പൊടിയും അഴുക്കും തട്ടിക്കുടഞ്ഞ് കടന്നു പോകാനുള്ള താൽക്കാലിക ഇടങ്ങൾ മാത്രമാണ് എന്ന് ജിൻഡോ ഫേസ്ബുക്കിൽ പറയുന്നു. രാജപാതുകങ്ങൾക്ക് ചവിട്ടിക്കടന്നു പോകാൻ ശിരസ് കാണിക്കുകയാണ് വിധേയദാസന്റെ ആദ്യ കടമ എന്നർത്ഥം. അതിനുശേഷം പറയുന്നു, പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങളാണല്ലോ എന്നുകൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ ജിൻഡോ ചോദിക്കുന്നുണ്ട്. പറഞ്ഞതെല്ലാം മറക്കാനുള്ളത് മാത്രമാണെന്ന് സാരം. അങ്ങനെ രാഷ്ട്രീയ അൽഷിമേഴ്സ് ബാധിക്കുന്നവർക്ക് പട്ടേലയുടെ സെന്റിന്റെ മണം വിളുമ്പുന്ന തുമ്മിമാർ കൂടെയുണ്ടെങ്കിൽ ന്യായീകരിച്ച് കാലം പോക്കാം. അതായത് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ പിന്തുണച്ചു കൊണ്ടുവരുന്ന നേതാക്കൾക്ക് കൂടി ആ വിമർശനം പോവുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSU ഇക്കാലങ്ങളിൽ നടത്തിയിട്ടുള്ള സമരങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോകുന്നത്. അനീതി പർവ്വങ്ങളുടെ ഇരുണ്ട കാലം താണ്ടി ആഗ്രഹങ്ങളുടെ കടലായി ആർത്തലച്ച് കാത്തിരുന്ന മനുഷ്യർക്ക് നീതി വേണമെന്നും അത് കഴിവതും നേരത്തെ വേണമെന്നും തോന്നാം. പക്ഷേ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ദർബാറുകളിൽ പടയാളികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളതാണ് രാജശാസനം എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ എത്ര പുസ്തകങ്ങൾ വായിച്ചു, എത്ര ഉത്തരങ്ങൾ കാണാതെ പഠിച്ചെഴുതി എന്നൊന്നുമല്ല, എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികൾ പ്രാപ്തരായി എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മികവ്. അതായത് KSUക്കാർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ ഒരു പ്രശ്നവും ഇല്ല. അതിനുശേഷം ഇത് അവസാനിപ്പിക്കുന്നതും കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൊണ്ട് തന്നെയാണ്. അതായത് KSUക്കാരെ ക്യാമ്പസിൽ തല്ലുന്നതിന് പിന്തുണയ്ക്കുന്നവരെ ന്യായീകരിക്കാൻ എൻ്റെ നാവ് പൊന്തില്ല. വീട്ടുകാർ കോൺഗ്രസ് ആയതിൻ്റെ പേരിൽ കൊടുക്കേണ്ടതല്ല രാഷ്ട്രീയ നിയമനങ്ങൾ. അതായത് എന്തിനാണോ KSU നേതാക്കൾ ശബ്ദം ഉയർത്തിയത് അത് കൃത്യമായിട്ടുള്ള നിലപാട് പറയേണ്ട വിഷയം തന്നെയായിരുന്നു. അത് KSUക്കാരെ ക്യാമ്പസിൽ തല്ലുന്നതിന് പിന്തുണയ്ക്കുന്നവരെ ന്യായീകരിക്കാൻ എൻ്റെ നാവ് പൊന്തില്ല എന്നുകൂടിയാണ് ജിൻഡോ പറയുന്നത്.